എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇവയെക്കുറിച്ചൊന്നും നീ ചിന്തിച്ച് ഭാരപ്പെടണ്ട. സ്വർഗസ്ഥനായൊരു പിതാവ് നിനക്കുണ്ട്. നിനക്കെന്ത് വേണ്ടു എന്ന് അവൻ അറിയുന്നു. അപ്പോൾ ആഹാരം, കിടപ്പാടം, വസ്ത്രം ഇതെല്ലാം കർത്താവ് നോക്കിക്കൊള്ളുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ആരെങ്കിലും ആമേൻ ഭിക്ഷക്കാരായി മാറിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ലോകം പറയും നീ യേശുവിൻ്റെ പിറകെ ഒന്ന് പോയാൽ നീ പിച്ചയെടുക്കും. ആമേൻ. ഒരുപാട് ഉന്നതന്മാരായ ദൈവദാസന്മാരുടെ മാതാപിതാക്കൾ ഇതേ വാക്കാണ് പറഞ്ഞവരെ അനുഗ്രഹിച്ച് വിട്ടിട്ടുള്ളത്. നീ പിച്ച ഓടെടുത്ത് വരുമ്പോൾ പോലും ഞാൻ നിനക്കൊന്നും തരില്ല. ഞങ്ങൾക്കറിയാം എൻ്റെ സ്വത്ത് തരില്ല. നീ കുടുംബത്തിന് കളങ്കമുണ്ടാക്കുന്നവരാണ്. നീ പള്ളിക്ക് കളങ്കമുണ്ടാക്കുന്നവരാണ്. നീ പെന്തിക്കോസിൽ പോയാൽ നിനക്ക് ഞങ്ങൾ ആരുമല്ല എന്ന് എല്ലാം കുടമുടച്ച് അങ്ങ് ഇവിടെ പോ, നീ ചത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിട്ട് എൻ്റെ യേശുവിനെ പിൻപറ്റിയതിൽ ഒരാൾ പോലും ഭിക്ഷക്കാരായി പോയിട്ടില്ല. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ അങ്ങനെ തൻ്റെ മകനെ ക്രിസ്തു നിമിത്തം ശപിച്ച് തള്ളിയെങ്കിൽ ഈ മാതാപിതാക്കൾ ചാകും മുമ്പ് അവരുടെ സ്വത്തുക്കളെക്കാൾ മകനുണ്ട് എന്ന് ആ മകൻ്റെ വീട്ടിൽ പോയി ആശ്രയിച്ച് ജീവിക്കേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ഈ മകൻ അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നിട്ടില്ല.